ഹലോ മൈ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ വിത്ത് സുമി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ക്ലാസ് 7 ഹിന്ദി അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ടേമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഡിസ്കസ്. एशिया का सबसे साफ सुथरा गांव है मावलिनोंग। यह मेघालय में है। इस छोटे से गांव में प्लास्टिक पूरी तरह से प्रतिबंधित है। पूरे गांव में जगह जगह भाम से बने हुए डस्टबिन लगा गई है। महिला, पुरुष और बच्चों समेत किसी भी गांव वाले के अगर कहीं गंदगी नज़र आती है तो वे फ़ौरन सफाई में लग जाते हैं. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മാവലിംഗ് നോൻ കഹാ ഹെ. അപ്പോൾ എവിടെയാണ് ആദ്യം നമുക്ക് നോക്കാം. ഗാവ് ഹെ മാവലിംഗ് നോങ് യഹ് മേഘാലയ മേ ഹെ. അപ്പോൾ മേഘാലയ. ഓക്കെ, മാവലിനോं के लोग गांव से साफ रखने के लिए क्या क्या करते हैं? അവരുടെ ഗ്രാമം സാഫ് നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യും? അവിടെ പറഞ്ഞിട്ടുണ്ട് പൂരെ ഗാവ് മേ ജഗ ജഹ് ബാം സെ ബനെ ഹുയെ ഡസ്റ്റ്ബിൻ ലഗാ ഗയി ഹെ. അല്ലേ? ഗ്രാമത്തിൻ്റെ എല്ലായിടത്തും ബാംബൂവിലുണ്ടാക്കിയ ഡസ്റ്റ്ബിന്ന് വെച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ महिला, पुरुष और बच्चों समेत किसी भी गाँव वालों को अगर कहीं गंदगी नज़र आती है तो वो फ़ौरन सफाई में लग जाती है. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആർക്കും എന്തെങ്കിലും വൃത്തികേട് കണ്ടാൽ അവർ പെട്ടെന്ന് തന്നെ ഫോറൻ സഫായി മേ ലഗ് ജാത്തി, പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ വൃത്തിയാക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ सूचना. यह धरती है उस किसान की कविता की ये पंक्तियाँ पढ़ो और प्रश्नों के उत्तर लिखो. ഓക്കെ, അപ്പോൾ യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി ഇല്ലേ, അതിൻ്റെ കുറച്ച് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതാനാണ് കേട്ടോ. അന്ന കാ ദേർ കബ് ലഗ ജാത്താ ഹെ. അന്നത്തിൻ്റെ കൂമ്പാരം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഫസ്റ്റ് ലൈനില്ലേ നയി വർഷമേ നെയ് ഫസൽ കെ എന്നില്ലേ, അതിൽ നെയ് വർഷമേ എന്നാണ് ആൻസർ കേട്ടോ. കറക്റ്റ് ആൻസറിന് പുതിയ വർഷത്തിലാണ് അന്നത്തിൻ്റെ കൂമ്പാരം ഉണ്ടാവുന്നത്. കവിതാംശ് കെ ആധാർ പർ ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖോ. അപ്പോൾ കവിത വായിച്ചിട്ട് മുകളിൽ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടില്ലേ, ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് പറയാനാണ് കേട്ടോ. യഹ് ധർത്തി കിസാൻ കി ഹെ. അതെ, ഈ ഭൂമി കർഷകരുടേതാണല്ലേ. യഹ് ധർത്തി കിസാൻ കി, അത് ശരിയാണ്. പിന്നെ യഹ് ധർത്തി കേവൽ രാവ് കി ഹെ, അത് തെറ്റാണ് കേട്ടോ, അതല്ല. പിന്നെ ഇതിൽ ഫസ്റ്റ് വണ്ണും പിന്നെ ലാസ്റ്റ് വണ്ണും ആണ് ശരിയായിട്ടിരിക്കുന്നത്. യഹ് ധർത്തി കേവൽ രംഗ് കി നെഹി ഹെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. यह धरती केवल किसान की है और किसी की नहीं है. यह आशय वाली दो पंक्तियां चुनकर लिखो. അപ്പോൾ ഈ ഭൂമി യഹ് ധർത്തി, ഈ ഭൂമി കേവൽ കർഷകരുടേത് മാത്രമാണ്, മറ്റാരുടേതുമല്ല എന്ന് അർത്ഥം വരുന്ന ഒരു ലൈൻസ് ആ കവിതയിൽ നിന്ന് എടുത്ത് എഴുതാനാണ് കേട്ടോ. ഇതിൻ്റെ അവസാനത്തെ രണ്ട് ലൈനിലെ നെഹി കിസി കി ധർത്തി ഹെ കേവൽ കിസാൻ കി. ഓക്കെ, ആരുടേതുമല്ല മറ്റാരുടേതുമല്ല, ഈ ഭൂമി കർഷകരുടേത് മാത്രമാണ്. ആ ഒരു രണ്ട് ലൈനാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. ഓക്കെ ഡിയേഴ്സ്, അടുത്തതായി സൂചന ഘടനായ പടേ ക്രം സെ ലിഖെ. അപ്പോൾ ഇത് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വേ സബി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ടെ ഓർ സുബേ ഫിർ ചൽ പടത്തെ. इस प्रकार गांधी जी ने पूरे देश को अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया. यात्रा के दौरान हजारों लोग जुड़ते गए. गांधी जी पैदल डांडी के समुद्र किनारे चल पड़े. समुद्र के पानी से नमक बनाकर अंग्रेज़ों का कानून तोड़ा. അപ്പോൾ എങ്ങനെയാണ് ഇത് ക്രമത്തിൽ ഏതാ? ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ കറക്റ്റ് ഓർഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിയായ ഓർഡർ. അപ്പോൾ ഇതിലാദ്യം ഗാന്ധിജി പൈതൽ ദാണ്ടി കെ സമുദ്ര കിനാരെ ചൽപ്പടെ അല്ലേ. ഗാന്ധിജി ദാണ്ടി എന്ന് പറയുന്ന സമുദ്രത്തിൻ്റെ കിനാരയിൽ പോയി. പിന്നെ അവിടെ പോയിട്ട് യാത്രാക്കെ ദൗരാൻ ഹസാറോ ലോഗ് ജുഡ്ത്തെ. അപ്പോൾ ഒന്നിച്ച് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒന്നിച്ചുണ്ടായിരുന്നു. വേ സബി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ടെ ഓർ സുബേ ഫിർ ചൽപ്പടത്തെ. അപ്പോൾ രാത്രി അവർ ഏതെങ്കിലും വീട്ടിൽ താമസിക്കും, രാവിലെ ആകുമ്പോൾ വീണ്ടും നടക്കാൻ ഇറങ്ങുകയും ചെയ്യും അല്ലേ. സമുദ്രക്കെ പാനി സെ നമക് ബനാക്കർ അംഗ്രോസോം കാ കാനൂൺ തോട അല്ലേ. അപ്പോൾ സമുദ്രത്തിൽ നിന്ന് സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കിയിട്ട് അംഗ്രേസോ അവരുടെ ആ ഒരു കരിനിയമം കാറ്റിൽ പറത്തി അല്ലേ. ഇസ് പ്രകാർ ഗാന്ധിജിനെ പൂരെ ദേശോക്കോ അംഗ്രോസോം സെ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ. ഇത് പ്രകാരമാണ് ഗാന്ധിജി നമ്മളുടെ പൂരെ ദേശത്തിന് മുഴുവനും മുക്ത് ഹോനെ കാ രാസ്ത വഴി. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
സൂചന കി ആധാർ പർ ലേഖ് തയ്യാർ കറോ. ഓക്കെ, അപ്പോൾ ഇവിടെ പേഡ് അല്ലേ, പേഡ് എന്നിട്ട് കുറച്ച് ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് കുറച്ച് വാക്യം ഉണ്ടാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. पेड़ प्रकृति का वरदान है. सभी जीव जंतुओं को पेड़ फल देते हैं, छाया देते हैं. ഛായ എന്ന് വെച്ചാൽ ഷേഡ്. ഓക്കെ, ഹം പേടും കാ സംരക്ഷൺ കരോ. നമ്മൾ വൃക്ഷങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. എങ്ങനെ നമ്മളൊക്കെ എഴുതാം. അടുത്തതായി तैयार करो. गांधी जी अहमदाबाद से पैदल चलकर दांडी पहुंचे, खुद नमक बनाकर अंग्रेज़ों का कानून तोड़ा. इस दुर्घटना पर समाचार पत्र के लिए एक റെപ്പിഡ് തയ്യാർ കരേ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ദണ്ഡി യാത്ര എന്ന ചാപ്റ്ററിൻ്റെ ആണ് അല്ലേ. അപ്പോൾ നോക്കാം എന്താണ് ആൻസർ, എങ്ങനെയാണ് വരാമെന്ന് വെച്ചാൽ, गांधी जी सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र के पानी से खुद नमक बनाकर अंग्रेज़ों का खाना कानून तोड़ना चाहता थे. गांधी जी 3 हफ्तों से भी अधिक पैदल चलते रहे. उनके साथ देश भर से लोग आकर जुड़ते गए. കൊടുത്തിട്ടുണ്ട്. सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. दरख्त अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी. अब कवितांश पढ़ो और प्रश्न के उत्तर लिखो. അപ്പോൾ താഴെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ദരത് കാ സമാൻ അർത്ഥ വാല ശബ്ദ് ക്യാ ഹെ. ദരത് എന്ന് വെച്ചാൽ എന്താണ്? പേഡ്. ഓക്കെ, പേഡ് വൃക്ഷ്, മരമാണ്. ഓക്കെ, ഫൂലല്ല. ഫൂൽ എന്ന് വെച്ചാൽ പൂക്കൾ, ഫ്ലവേഴ്സാണ്. ഇനി കവി പരിചയ ദേക്കർ കവിതാംശ് കാ ആശയ ലിഖോ. അപ്പം നമ്മൾ ഈ കവിത പരിചയപ്പെടുത്താൻ, അതിൻ്റെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആശയം എഴുതുമ്പോൾ നമ്മളെപ്പോഴും കവിയുടെ പേര് എഴുതണം. ഓക്കെ, ഖുദ് സേ പ്യാർ കവിത ശോഭനാവ് യാദവ് जी ने लिखी है. कविता का मुख्य आशय प्यार है. कवि चाहता है कि सूरज अपनी ऊर्ज, पेड़ अपना फूल और बादल अपना पानी प्रदान करके दुनिया में जीवन के आधार बनाते हैं. हमें भी खुद से प्यार करना है और दूसरों को देना है. इस प्रकार हमें दूसरों की मदद करनी है. ഓക്കെ, അപ്പോൾ കവി പറയാണ്, നമ്മളെ തന്നെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്കും നമ്മൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതാം. വേർഡ് ഉണ്ട്, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇറുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? ഗർ, പ്യാർ, ഷർ. അപ്പോൾ നമുക്ക് ഓരോ വാക്ക് അവിടെ ഇട്ട് നോക്കാം. അപ്പോൾ പ്യാർ എന്നതാണ് ഒന്നാമത്തെ ശരിയായത്. രണ്ടാമത്തത് ദരക്ത്. ഓക്കെ, ദരക്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് പേഡ്. നെക്സ്റ്റ് വൺ ദു ഡാഷ് യാ. അപ്പോൾ എന്താണ്? ദുനിയ. നെക്സ്റ്റ് ആ ദ്. ഓക്കെ, ദ് എന്നുണ്ട്. അപ്പോൾ ഖുദ്, നമ്മൾ ഇപ്പോൾ ചാപ്റ്ററിൻ്റെ പേരറിയാം അല്ലേ, ഖുദ് സേ പ്യാർ. അപ്പോൾ ഖുദ് സേ പ്യാർ. നെക്സ്റ്റ് ആ. അപ്പോൾ ആഗ്, ആഗ്. ആഗിൻ്റെ മീനിങ് എന്താണ്? തീ അല്ലേ. അപ്പോൾ ആഗാണ് ശരിയായത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഹിന്ദി എക്സാം. അപ്പോൾ വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.